ഉരുൾപൊട്ടൽ ദുരന്ത പ്രദേശ സമരവുമായി വയനാട് ചൂരൽമലയിലെ പടവട്ടിക്കുന്ന് നിവാസികൾ പുനരധിവാസ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ബെയിലി പാലത്തിലൂടെ പ്രതിഷേധക്കാർ മാർച്ച് നടത്തി. അവിടെ താമസിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചുറ്റുപാടാണ്. ഞങ്ങൾക്ക് വീട് കിട്ടണം. ഞങ്ങളന്ന് മേലെ കൂടി ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിപ്പോയി. ഞങ്ങളൊക്കെ അന്ന് നടു റോട്ടിക്ക് ഓടാത്ത ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. ഇന്ന് ഈ സർക്കാരത്ത് ഞങ്ങൾ 27 വീടുകൾ താഴെ ഓടിക്കണം. നിങ്ങൾ ഈ ചാനലിൻ്റെ മുന്നിലും ഈ ജനങ്ങളെ മുന്നിലൊന്നും ഞങ്ങൾക്ക് വന്ന് നിൽക്കേണ്ടില്ലായിരുന്നു. ഞങ്ങൾ എന്തിന് ജീവൻ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾക്ക് താഴെ ഓടാത്തതിൽ നിന്ന് ഞങ്ങളെ മനസ്സിലൊക്കെ കുറ്റബോധമുണ്ട്. ഞങ്ങൾ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ എത്ര ദിവസമായി, ഇത് 8 മാസമായില്ലേ. ഞങ്ങൾ ഓരോ പടിയും കയറി ഇറങ്ങി ഓരോ ചാലിൻ്റെ മുന്നിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തൊലി ഉരിയൽ തുടങ്ങുന്നുണ്ട്. ചെറിയ മക്കളും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മക്കളെയും കൂട്ടി ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് വഴിയും വേണ്ട, വെള്ളവും വേണ്ട, റോഡും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്കൊരു വീട് മതി, വേറെ ഒന്നും വേണ്ട. പരിസ്ഥിതി ദുർബല പ്രദേശമായ മേഖലയിൽ ഒറ്റപ്പെട്ടു പോയി 27 കുടുംബങ്ങളെ കൂടി പുനരധിവസിപ്പിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് ചെയ്യുന്നു. സുർജിത്ത്, തദ്ദേശ സ്ഥാപനങ്ങളുടെ പക്കൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ, വീട് ഭാഗ്യമായി നഷ്ടപ്പെട്ടവർ, ജീവിക്കാൻ കഴിയാത്ത വീടുള്ളവർ, ഇവിടെയൊക്കെ കൃത്യമായ വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പക്കൽ ഉണ്ട് എന്നിരിക്കെ 8-ാം മാസവും അക്കാര്യത്തിൽ കൺഫ്യൂഷൻ തുടരുകയും അതിനുവേണ്ടി ആളുകൾ ഇറങ്ങി ഞങ്ങൾ ആ ദുരന്തത്തിൽ പെട്ടാൽ മതിയായിരുന്നു, അതായിരുന്നു നല്ലത് എന്നൊക്കെ നിരാശമായി പറയേണ്ടി വരുന്നതും അത് നമ്മൾ കേൾക്കേണ്ടി വരുന്നതും എന്തൊരു കഷ്ടമാണ് സുർജിത്ത്. ഹാഷ്മി, വല്ലാത്ത കഷ്ടം തന്നെ. കാരണം ഇപ്പോഴും ഈ 8 മാസം പിന്നിടുമ്പോഴും ഈ സമരമുഖത്തേക്ക് ഈ മനുഷ്യർ എത്തേണ്ട ഒരു അവസ്ഥ, അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് പടവട്ടിക്കുന്നുകാരാണ്. പടവട്ടിക്കുന്നുകാർ എന്ന് പറയുന്നത് ചൂരൽമല വെള്ളാർമല സ്കൂളിൻ്റെ അരികിലൂടെയുള്ള റോഡ് നേരെ എത്തുന്നത് പടവട്ടിക്കുന്നിലേക്കാണ്. ആ പടവട്ടിക്കുന്ന് മേഖലയിലാണ് അവിടുത്തെ 27 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം, അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരാണ് അല്പസമയം മുമ്പ് ഈ സമരം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള സുകുമാരൻ, നൂറുദ്ദീൻ അടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് തന്നെ പോകാം. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സമരത്തിന്റെ ഒരു ആധാരം എന്താണ്? സമരം നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന 27 കുടുംബങ്ങളോട് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവർക്ക് ഒരു തരത്തിലുമുള്ള സംവിധാനങ്ങളോ സംരക്ഷണമോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തികച്ചും പഞ്ചായത്തും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ആവശ്യപ്പെടുന്നത് 27 കുടുംബത്തെ കൂടി ഈ പ്രളയബാധിതരൊപ്പം ഉൾപ്പെടുത്തി പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ആ പ്രദേശത്തേക്ക് പോകാൻ റോഡോ മറ്റു സൗകര്യങ്ങളില്ല. അതുമാത്രമല്ല, ഇവരെ ഉറ്റവരും ഇവിടെയവരും മരണപ്പെട്ട ആ മേഖലയിൽ കൂടെ വേണം ഇവരെ വീടുകളിലേക്ക് ഇവർക്ക് സഞ്ചരിക്കാൻ. വളരെ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു വിവാഹം കൂടിയാണ് ഈ നമ്മുടെ പടവെട്ടിക്കുന്നിലെ അന്തേവാസികൾ. അവരെ കൃത്യമായും സർക്കാർ പുനരധിവസിപ്പിക്കണം എന്ന് തന്നെയാണ് പഞ്ചായത്തിന്റെ നിലപാട്. എന്തായാലും പഞ്ചായത്തിന്റെ നിലപാട് ഇതായിരുന്നു. നേരത്തെ പഞ്ചായത്ത് നൽകിയ 530-ലധികം പേര് വരുന്ന കുടുംബങ്ങളുടെ ആ ലിസ്റ്റിൽ ഈ പടവെട്ടിക്കുന്നുകാരും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അവരെ പരിഗണിക്കാത്ത വിധത്തിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതിനുള്ള ആക്ഷേപമാണ് പ്രധാനമായും വരുന്നത്. ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റ് ഉപരോധമടക്കമുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് പടവട്ടിക്കുന്ന് മാത്രമല്ല, ഉൾപ്പെടാത്ത പ്രദേശം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള റാട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഈ ഹാരിസൺ മലയാളത്തിന്റെ ഫാക്ടറിക്ക് അടുത്താണ് ഈ പാടിയുള്ളത്. ആ പാടിക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പല തരത്തിലുള്ള ആളുകളെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് ഈ നാട്ടുകാർ എത്തേണ്ട സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ഈ സമരം ശക്തമാക്കുക എന്നുള്ള തരത്തിലുള്ള നിലപാടിലേക്ക് ഈ നാട്ടുകാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് കുട്ടികളടക്കം കാണാൻ പറ്റും. കുട്ടികളടക്കമുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ട്രോമയുണ്ട്. അത് അവർ പറയുന്നുമുണ്ട്. കാരണം ഇനി ആ നാട്ടിലേക്ക് തിരിച്ചു പോക്കില്ല എന്നതുൾപ്പെടെ. ഈ പടവട്ടിക്കുന്ന് പറയുന്നത് നമ്മുടെ ആ സ്കൂൾ റോഡ് അങ്ങോട്ട് പോകുന്ന വഴിയല്ലേ? അവർ അത് ദുരന്ത ഭൂമിയുടെ തൊട്ടടുത്താണ്, ദുരന്തം നേരിൽ കണ്ടവരാണ്. അവിടെ 27 കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ഈ ജോൺ മത്തായി കമ്മീഷനൊക്കെ പറയുന്നത്?
ഹാഷ്മി, ആ മേഖല എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ നമുക്കറിയാം. കാരണം അവിടേക്ക് റോഡില്ല നിലവിൽ. കാരണം സ്കൂൾ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അവിടേക്ക് മറ്റൊരു റോഡ് നിർമ്മിക്കും എന്നുള്ള കാര്യമാണ് ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളടക്കം പങ്കുവയ്ക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ്. കാരണം അവർക്ക് റോഡ് വേണ്ട, മറിച്ച് അവർക്ക് വേണ്ടത് പുനരധിവാസമാണ്. ഈ ലിസ്റ്റിൻ്റെ ഭാഗമായി ഇവരെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു നിലപാട്, അത്തരത്തിലുള്ള അഭിപ്രായമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇവിടെ സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അവിടേക്ക് റോഡില്ല. ആ പ്രദേശം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധം എന്നുള്ള വഴിയിലേക്ക് ഈ കുടുംബാംഗങ്ങളെല്ലാം എത്തിയിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ്. എന്തായാലും എന്താണ് ഈ സമരത്തിലേക്ക് പങ്കെടുക്കാനുള്ള സാധ്യത? നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടില്ല പേര്. ഞങ്ങൾ റാട്ടപ്പാടിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഒന്നും ഇതുവരെ ലിസ്റ്റിലില്ല. ഞങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് താമസിക്കാൻ വരാൻ പറ്റൂല. മക്കൾക്കൊക്കെ പേടിയാണ്. മോള് 1ാം ക്ലാസ്സിലാണ്. മോളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഒക്കെ ഇവിടെ വരാൻ പേടിയാണ്. പ്രളയത്തിന് ശേഷം അങ്ങോട്ട് വന്നിട്ടില്ല അവള്. അവർ പറയുന്ന പോലെ തന്നെ അവർക്ക് ഭയമാണ്. ഇനി ഒരു മഴക്കാലത്തെ അതിജീവിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. ഞങ്ങള് അന്ന് രാത്രി 1:15 കൃത്യം 1:15 ഞങ്ങള് 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് ഉറക്കില്ല. ഞങ്ങൾക്ക് അറിയാം എന്തോ സംഭവിക്കുന്നുണ്ട്. ഞങ്ങളോട് ആരും പറഞ്ഞില്ല ഇവിടുന്ന് മാറാനി. അതുകൊണ്ട് 1:15 കൊട്ടുമ്പോ എന്റെ മോനെ ഉറങ്ങുക. ഞാൻ ഉറങ്ങിയിട്ടില്ല. മോനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട്. പോയി നോക്കും മോനെ. 1:15 എന്റെ മോനെ ആ പൊട്ടിയ സ്ഥലത്താ. എല്ലാ വീടുകളും നടു റോട്ടിൽ നിൽക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോ മോനിക്ക് എന്റെ കരച്ചിൽ തോന്നിയിട്ട് മോൻ അവിടുന്ന് ഓടിയിട്ട് മോൾക്ക് കുന്നത്തൊക്കെ ഓടിയിട്ട് പറഞ്ഞു ഉമ്മ നമ്മളെല്ലാരും പോയി, നമ്മളിനി എന്താവും ഞമ്മക്കറിയൂല, നമ്മളും പോയി ഉമ്മാന്നും പറഞ്ഞ് കരഞ്ഞ് ഉമ്മാന്റെ കരച്ചിൽ ആരോ എനിക്ക് കൊടുന്ന് കേൾപ്പിക്കുമ്പോൾ തോന്നി ഞാൻ ഓടിയതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാതും പോയി. ഞാനും ഈ ചേച്ചി ഞങ്ങളെ 2 മക്കളെ പറഞ്ഞേച്ച് ഞമ്മക്കും പോവുക മരിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അത് ഒട്ടുമേ വാസയോഗ്യമായ സ്ഥലമല്ല. ആ വാസയോഗ്യമല്ല സ്ഥലത്ത് അവർ താമസിക്കണം, അവർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി എന്നതാണ് അവർ ആരോപണമല്ല, അവർ പറയുന്ന വസ്തുത. ഓർത്തു നോക്കണം, എന്തോ നമ്മൾ ലോകോത്തരമായി ലോകം തന്നെ ഞെട്ടുന്ന രീതിയിലുള്ള പുനരധിവാസമൊക്കെ സാധ്യമാക്കുമെന്നൊക്കെയാണ് ആ ദിവസങ്ങൾ നമ്മുടെ മന്ത്രിമാരൊക്കെ പറഞ്ഞത്. 8ാം മാസവും ഈ പറയുന്ന പട്ടികയുടെ കൺഫ്യൂഷൻ ഉൾപ്പെടുത്താത്തവരെ തൊഴിലുള്ള കൺഫ്യൂഷൻ ഇപ്പോൾ തുടരുകയാണ്. അവർ പരസ്യമായി തെരുവിലേക്കും സമരത്തിലേക്കും കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഉരുൾപൊട്ടലിൽപ്പെട്ടങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയേണ്ടവെന്ന അവസ്ഥ 8ാം മാസം പറയലാണ്. ലോകോത്തരമൊന്നും ഇല്ലെങ്കിലും അവർക്ക് ബേസിക്കായി കൊടുക്കേണ്ട കാര്യങ്ങളെങ്കിലും കൊടുക്കണം ഇനിയെങ്കിലും എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്.